മീഡിയ വണിലുള്ള എക്സ്ക്ലൂസീവ് പ്രതികരണമാണ്. അതിലാണ് വിവിധ വിഷയങ്ങളോട് DGP പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നു വരുന്ന പരാതികളെക്കുറിച്ച് തന്നെയാണ്. വിവിധയിടങ്ങളിലായി മർദ്ദന പരാതികളും അതുപോലെ തന്നെ കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്ന തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിൽ എന്ത് നടപടിയെടുക്കും എന്നാണ് റവാഡ ചന്ദ്രശേഖർ മീഡിയ വണിനോട് പറഞ്ഞത്. DGPയുടെ എക്സ്ക്ലൂസീവ് പ്രതികരണമാണ് മീഡിയ വണിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ പ്രധാനമായി ഉയർന്നു വരുന്ന പരാതികൾ, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നു വരുന്ന പരാതികളിലൊക്കെ ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ മീഡിയ വണിനോട് പറഞ്ഞിട്ടുള്ളത്. വിവരങ്ങൾ സിജോ വിജോൺ നൽകും. സിജോ, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികളിന്മേൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണോ DGPയുടെ പ്രതികരണം? വിവിധ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകുന്ന ഒരു ഉറപ്പാണ് റവാഡ ചന്ദ്രശേഖർ മീഡിയ വണ്ണുമായിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പല വിഷയങ്ങളും ചോദിച്ചു. പ്രീച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള നടപടി വൈകുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അങ്ങനെ ഒരു തരത്തിലുള്ള നടപടി വൈകുന്നതും ഇനി ഉണ്ടാവില്ല. ആർക്കെങ്കിലും എതിരെ റിപ്പോർട്ടുകളൊക്കെ കിട്ടിയതിന് ശേഷം നടപടി വൈകുന്ന ഒരു പരാതി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആരോപണം വരികയാണെന്നുണ്ടെങ്കിൽ അത് വിശദമായി തന്നെ പരിശോധിക്കും. ഉടൻ തന്നെ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന് പശ്ചാത്തലത്തിൽ പോലീസ് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. കാരണം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മർദ്ദകരുടെ ഒരു ഇടമായി മാറുന്നു എന്നുള്ള ഒരു ആരോപണമാണ് പറയുന്നത്. അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഇനി ഉണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകാൻ എത്തുന്നവർക്ക് അവർക്കൊരു സുരക്ഷിത ഇടമാക്കി സ്റ്റേഷനുകളെ മാറ്റും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഉറപ്പ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇനി ഇത്രയും നാൾ ഉണ്ടായിരുന്നത് പോലെയല്ല. ആരെങ്കിലും ഇത്തരത്തിൽ മർദ്ദന റോളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ സേനയ്ക്ക് പുറത്തേക്ക് പോകും എന്നുള്ളൊരു കൃത്യമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മീഡിയ വണ്ണുമായിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. രാഹുലിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടും കാര്യമായ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ തേർഡ് പാർട്ടീസിന്റെ മൊഴികളാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം ഇരകളാക്കപ്പെട്ട ആളുകളോട് മൊഴിയാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പല ആളുകളും അതിന് തയ്യാറാകുന്നില്ല. ഇന്നലെയാണ് ഇതിൽ ഒരു യുവ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതൊരു പരാതിയായി പരിഗണിച്ചുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള സാധ്യത തേടിയിരുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മികച്ച രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. ഇതിന്റെ നിയമോപദേശം തേടി തുടർ നടപടികളിലേക്ക് പോകുന്ന കാര്യത്തിൽ അത്തരം നടപടികൾ ഉണ്ടാകും. അതിന്റെ പരമാവധി സാധ്യത കൂടി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരകളാക്കപ്പെട്ട പല ആളുകളും ഇത്തരത്തിൽ മൊഴി നൽകാൻ തയ്യാറാകുന്നില്ല. അവർക്കൊരു സംരക്ഷണം കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അത്തരത്തിലുള്ളൊരു ആശങ്ക ഇരകളാക്കപ്പെടുന്ന ആളുകൾ പലപ്പോഴും ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പലപ്പോഴും സംസാരിക്കുമ്പോൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾക്ക് പൂർണ്ണമായ സംരക്ഷണം പോലീസ് ഉറപ്പാക്കുമെന്ന ഒരു കാര്യവും റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.